വയനാട് കൽപ്പറ്റയിൽ വനവാസി യുവാവ് പോലീസ് സ്റ്റേഷനിൽ മരിച്ച സംഭവത്തിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ. എഎസ്ഐ ദീപ, സിപിഒ ശ്രീജിത്ത് എന്നിവർക്കെതിരെയാണ് നടപടി. പോലീസുകാർക്ക് ജാഗ്രത കുറവുണ്ടായി എന്നാണ് കണ്ടെത്തൽ. വിവരങ്ങളുമായി അർജുൻ PS ചേരുകയാണ്. അർജുൻ, വളരെ കൃത്യമായി യുവാവിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് ശ്രദ്ധക്കുറവ് തന്നെയാണ്, പോലീസിന്റെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. എഎസ്ഐ ദീപ, സിപിഒ ശ്രീജിത്ത് എന്നിവർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. വിവരങ്ങൾ. തീർച്ചയായും നീലിമ, ഈ വനവാസി യുവാവ്, അതായത് ഗോകുൽ എന്ന് പറയുന്ന ആൾക്ക് 18 വയസ്സ് തികഞ്ഞില്ല എന്നുള്ളത് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധത്തിലേക്ക് പോലീസ് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് വയനാട്ടിൽ അരങ്ങേറിയത്. ഈ പ്രതിഷേധത്തെ തുടർന്നാണ് പിന്നീട് ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ എസ് പി ഒരു റിപ്പോർട്ട് നൽകുകയുണ്ടായിരുന്നു. അതായത് തങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു, ഈ പോലീസ് സ്റ്റേഷനിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടി പോലീസുകാർക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. നിരുത്തരവാദിത്വപരമായി ഇടപെട്ടു. ഉത്തരമേഖല IG-യുടെ നിർദ്ദേശാനുസരണമാണ് ഇവർക്ക് സസ്പെൻഷൻ നൽകിയത്. എഎസ്ഐ ദീപ, സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത് എന്നിവർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിട്ടുള്ളത്. ജാഗ്രത കുറവ് ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് അതോറിറ്റി സെല്ലിലെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി വലിയ രീതിയിലുള്ള ഒരു പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല ഗോകുലിന്റെ ഈ കുടുംബം അടക്കം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് പിന്നീട് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്കും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലേക്ക് അടക്കം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം നീങ്ങിയത്. തുടർന്നാണ് ഇന്ന് ഈ GD ചാർജുള്ള, ജനറൽ ഡ്യൂട്ടി ചാർജുള്ള 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. നീലിമ. ശരി, അർജുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.